നോക്കൂ, രാജ്യത്താകെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം എത്ര ശതമാനമുണ്ട്? ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ഈ ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളമുണ്ട്, എത്ര ശതമാനമുണ്ട്, അതിൽ തന്നെ SDP എത്രയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി പരിശോധിച്ചിട്ട് വേണം ഈ ആരോപണം ആവർത്തിച്ച് പറയാനുള്ളത്. അപകടകരമായ രാഷ്ട്രീയം ഇവിടെ കളിക്കുമ്പോൾ അതിൽ CPM ഇപ്പോൾ ആ നിലപാടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹിന്ദുക്കൾ, പി മോഹൻ്റെ വാചകം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കിയാൽ, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കിയാൽ ഹിന്ദുക്കൾ വേട്ടയാടി ആട്ടി ഓടിക്കപ്പെടുമെന്നൊരു വാചകം പി മോഹൻ നടത്തുകയാണ്. ഇതൊരു CPM നിലപാടാണോ? CPM ഈ ഘട്ടത്തിൽ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ പറയേണ്ട ഒരു പ്രതികരണമാണ്. അപ്പോൾ അപകടകരമായ രാഷ്ട്രീയം അവിടെ കളിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. CPMന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വോട്ട്, നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ട് തിരിച്ചു പിടിക്കാൻ ഈ പ്രതികരണങ്ങൾ സഹായിക്കുന്നുണ്ടോ? ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ സഹായിച്ചിട്ടില്ല എന്നൊരു പാഠം CPMന് ലഭിക്കുന്നു.